അപ്പോൾ എല്ലാവർക്കും ഡ്യൂ ഡ്രോപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിലൊക്കെ വെള്ളം വരുന്ന ചെമ്മീൻ റോസ്റ്റാണ്. കണ്ടില്ലേ, ചെമ്മീൻ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കുക, പാനിലേക്ക് ഇടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത്രയുള്ള പരിപാടി. നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. കണ്ടില്ലേ, ഈ 3 സാധനം ഇട്ടാൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, വെളിച്ചെണ്ണ ഇടുക, ചെമ്മീൻ ഇടുക, നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതിനെ വേഗം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതേ പാനിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കുനുകുനുന്നരിഞ്ഞിട്ടുള്ള സബോള ഇടുന്നു, പച്ചമുളക് ഇടുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇടുക, പിന്നെ അതിന് കൂടെ വേപ്പിൻ്റെ ഇല, മല്ലിയില, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ. ഞാൻ അതിനകത്ത് ഇട്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് മിക്സിയിലൊന്ന് കറക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ കിട്ടും. തൊലി കളയുക, വെളുത്തുള്ളി എടുക്കുക, ഒന്ന് കറക്കുക. അപ്പോൾ സാധനം റെഡിയായി. അതിനുവേണ്ടി റെഡിമെയ്ഡ് വാങ്ങാനോ നിൽക്കണ്ട. അതിനുശേഷം അതും ഇതിലേക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ റെഡിയായിട്ട് നിൽക്കുന്ന 3 പൊടികളുണ്ട്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഈ 3 എണ്ണം ക്രമാനുസരണം ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് റെഡിഷ് കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മുളക് പൊടി കാശ്മീരി ഇട്ടു. അപ്പോൾ ഈ 3 പൊടികളും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ചേർന്നതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് നേരം നമുക്ക് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആളൊന്ന് ഉഷാറാവും. പിന്നെ അതിന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം 1 മിനിറ്റ് കൊണ്ട് വറ്റി കിട്ടും. പിന്നെ നമ്മൾ ബൗളിൽ എടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ എടുക്കുക, അതിലേക്ക് ഇടുക. ഇത്രയുള്ള പരിപാടി കേട്ടോ. വളരെ സിമ്പിളല്ലേ? എന്നാൽ കണ്ടു കഴിഞ്ഞാൽ വായിൽ ഇത് എന്തൊക്കെ സ്മെല്ലടിച്ചിട്ട് വായിലൊക്കെ കപ്പൽ ഓടിക്കണം അത്രയും വെള്ളമായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം.